പ്രതീഷ്, ഇത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അവർ ആന്റിസിപ്പേറ്റ് ചെയ്തതുമായിരിക്കണം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഷേധം അറസ്റ്റിൽ ഉണ്ടാവുന്നത് പ്രതീഷ്? ഹാഷ്മി, തീർത്തും അപ്രതീക്ഷിതവും അസാധാരണവും നാടകീയവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. കാരണം പുലർച്ചെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തുന്നു. വീടും മുറിയും വളഞ്ഞ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ ഘട്ടത്തിൽ രാഹുലിനെ വീട്ടിൽ നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ 1-2 പ്രവർത്തകർ വീട്ടിൽ വെച്ച് തന്നെ അത് തടയാൻ ശ്രമിച്ചു. പിന്നീട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചതിന് ശേഷമാണ് ഈ പോലീസ് വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ AR ക്യാമ്പിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും AR ക്യാമ്പിൽ എത്തിക്കാതെ നേരെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തുകയും 2 മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ, അതായത് അറസ്റ്റ് നോട്ടീസിൽ ഒപ്പുവെച്ചതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലാണ് സാധാരണഗതിയിൽ കൊണ്ടുപോകുന്നത്. എന്നാൽ അതൊഴിവാക്കി നേരെ ഫോർട്ട് ആശുപത്രിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചത്. ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയിരുന്ന പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞു. ഏറെ പണിപ്പെട്ടാണ് പിന്നീട് അവിടെ നിന്ന് വഞ്ചിയൂർ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന വഞ്ചിയൂർ കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. ജാമ്യാപേക്ഷയിൽ വാദം അല്പം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരിക്കും കോടതി വിധി പറയുക. പ്രധാനമായും ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. കാരണം കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള കേസുകളാണ് രാഹുലിനെതിരെ ഉള്ളത്. ഈ കേസിൽ 4ാം പ്രതിയാണ് രാഹുൽ. മാത്രമല്ല, രാഹുലിന്റെ നിർദ്ദേശപ്രകാരമാണ് വലിയ തരത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നത് പോലീസ് വാദിക്കുന്നുണ്ട്. ഒപ്പം ഈ രാഹുലിന്റെ ഓരോ ആഹ്വാനങ്ങളും അണികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി സംഘർഷം ഉൾപ്പെടെ ഉണ്ടാക്കാൻ അണികൾക്കും പ്രവർത്തകർക്കും ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കും പ്രോത്സാഹനം നൽകി എന്നതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത്. ഒപ്പം പ്രതിഷേധമല്ല, ആക്രമണമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുണ്ട്. രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ പിടിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു മിനിറ്റ്